we are going to Mirdeep City Center. യെസ് ഗായ്സ്, നമ്മുടെ രാമേട്ടൻ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇന്ന് പോകാൻ പോകുന്നത് മിർദീപ് സിറ്റി സെന്ററിലോട്ടാണ്. ഞാനിവിടെ 2-3 തവണ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് തീരെ ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് പോകുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് അവിടുത്തെ ഫുഡ് കോർട്ട് കണ്ടപ്പോഴാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതങ്ങനെയാണല്ലോ, ഫുഡ് കണ്ടാൽ പിന്നെ നമ്മൾ ആ ഒരു സ്ഥലം പെട്ടെന്നൊന്നും മറക്കില്ലല്ലോ. ബൈ ദ വേ, നമുക്കങ്ങനെ ഒരുപാട് വലിയൊരു പർച്ചേസിംഗ് ഒന്നുമില്ല, ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ചെറിയൊരു പനി വന്നതിനെ തുടർന്ന് നമ്മുടെ സൗണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ ജലദോഷം പിടിച്ച സൗണ്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളും എന്നെ പോലെയാണോ? കോമൻറ്റ് ചെയ്യണേ. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, സാധാരണ നാനിയും രാമേട്ടനും കൂടെയാണ് നമ്മൾ പോവാറ്. ഇന്ന് പുതിയൊരു അതിഥിയും കൂടി നമുക്കൊപ്പം ഉണ്ട്. ആരാന്നല്ലേ വഴിയെ പറയാം. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു റഫീന മുഷറഫ് യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏത് സമയത്ത് വന്നാലും ഇവിടെ ഇത്രയും കാറുകൾ നമുക്ക് കാണാം. അതായത് അവിടെ അത്രയും ആൾക്കാരുണ്ടെന്നല്ല അതിനർത്ഥം. ഇവിടെ ഉള്ളവർക്ക് രാത്രിയും പകലൊന്നും ഇല്ലേ? ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങൾ. എനിക്ക് എപ്പോഴുള്ള സംശയം കേട്ടോ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലേ ഈ ഡ്രൈവേഴ്സിന്? കാരണം കുറെ കറങ്ങണം എന്ന് തോന്നുന്നു. ഇവിടുത്തെ കാര്യം പോട്ടേന്ന് വയ്ക്കാം, ഇത് മിർദീഫ് അല്ലേ. പക്ഷേ ദേഹ്റ സിറ്റി സെൻറ്ററിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ പോയ സമയത്ത് അത്യാവശ്യം പെട്ടു കേട്ടോ. പാർക്കിംഗ് ഏരിയന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പെട്ട പാട്. മുന്നിൽ പോകുന്ന വണ്ടിക്ക് അത്യാവശ്യം എക്സിറ്റിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആ വണ്ടിയെ ഫോളോ ചെയ്തപ്പോഴല്ലേ മനസ്സിലായത് ആ വണ്ടിക്കും കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ എങ്ങനെയോ എക്സിറ്റ് കണ്ടുപിടിച്ച് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴും ആ കാർ അവിടെ ഇരുന്ന് വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആള് എസ്കേപ്പ് ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്താണെന്നറിയോ? ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞ് അഡ്മിറ്റ് ആവാണ്. ആള് 9th month പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ. അപ്പോൾ ബേബിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നല്ല പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കണം. കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതും വാങ്ങിക്കാം. ഇവിടെ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു അത്യാവശ്യം തിരക്കൊക്കെ കുറവാണേ. പക്ഷേ ഇതിന് ദുബായ് മാള് പോയ സമയത്ത് അവിടെ ഒരു പ്രളയമായിരുന്നു ജനങ്ങളുടെ. ഇതെന്താന്ന് നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കത്തിയില്ല കേട്ടോ. ഇത് എന്തോ മാലയോ? ഈ ഷോപ്പിൽ ബൈ 1 get 2 ഫ്രീ ഓഫർ കണ്ടപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കയറി നോക്കിയതാട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ ആയിരുന്നു. വാങ്ങാനൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, എന്നാലും വെറുതെ പോയി നോക്കുക, ഒരു മനസ്സുഖം, അത്രയേ ഉള്ളൂ. ഞാൻ അവിടെ ഒരു അടിപൊളി ബ്ലൂ കളർ ഷർട്ട് കണ്ടിട്ടുണ്ടായിരുന്നേ, പക്ഷെ ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തില്ല. നമ്മളെ കെട്ടിയോന്റെ നോട്ടവും ഭാവമൊക്കെ കാണുമ്പോൾ തോന്നും ഇപ്പം എടുക്കും, ഡ്രസ്സ് ഇപ്പം എടുക്കുമെന്ന്. ഇന്നല്ലേ മനസ്സിലാവുക അങ്ങനെ ഒരു ഉദ്ദേശവും ആൾക്കില്ലാന്ന്. പക്ഷെ അത്തറോ സ്പ്രേയോ കണ്ട ആള് വെറുതെ വിടില്ല കേട്ടോ. ഇനിയിപ്പോൾ എത്ര സമയമില്ലെങ്കിലും അതൊന്നും നോക്കി പോവും. അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ ടാർജറ്റിക്ക് നടക്കുക കേട്ടോ. കൂട്ടത്തിൽ നമ്മൾ ഓരോ ഷോപ്പുകളൊക്കെ കാണുമ്പോൾ അവിടേക്ക് ഒന്ന് കയറുന്നുണ്ട്. നമ്മൾ മലയാളികൾക്ക് ബൈ 1 get 2 ഫ്രീ, ബൈ 1 get 1 ഫ്രീ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് കണ്ടില്ല എന്നടിച്ച് പോകാൻ പറ്റില്ലല്ലോ. ബ്രാൻഡുകളാണെങ്കിൽ പറയും വേണ്ട. മുജീദ് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡഡ് ഷോപ്പിലാട്ടോ നമ്മളുള്ളത്. ഇതെന്താണെന്നറിയോ, ഒരു അത്തറാണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം ആ കാപ്പിക്കുരു മണക്കുക, സെയിം മണം ആ ഒരു അത്തറിനും ഉണ്ടാവും. ആ വൈറ്റ് കളറിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് കറക്റ്റ് ഐഡിയ അല്ലേ. അത്തർ അതിലിടുന്ന സമയത്ത് അതിന്ന് ഫ്രേഗ്രൻസ് വരും തോന്നുന്നു. ഭയങ്കര കൂൾ കളേഴ്സാണ് ഇവിടുത്തെ ഡ്രസ്സിനൊക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ, ഇവിടെ എല്ലാം നാച്ചുറലാണ്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സാണ് അവർ യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് കേട്ടോ അവരിതിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ ഉള്ളത്, ഷൂസുകളുണ്ട്, ഡെക്കോർ ഐറ്റംസ് ഉണ്ട്, പിന്നെ സ്യൂട്ട് കേസൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളിയല്ലേ? പക്ഷെ ഓൾറെഡി ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ റൂമിൽ കുത്തി നിറച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇനി എനിക്കിത് വാങ്ങിത്തരുന്നുള്ളതിന് യാതൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനൊരു സാധനം ഇവിടെ കണ്ടിട്ടേ ഇല്ല.
അടുത്തതായിട്ട് നമ്മൾ പോയത് ഒരു വാച്ചിൻ്റെ ഷോപ്പിലേക്കാട്ടോ. ഈ ഇടയായിട്ട് ഈ ടോ കുറച്ച് കൂടിപ്പോണ്ടോ എന്നൊരു സംശയം. പണ്ട് ക്യാമറകളൊക്കെ ഉണ്ടെങ്കിലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ, നല്ല അടിപൊളി ഫോട്ടോ കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ആളാട്ടോ ഞാൻ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല എന്ന് മനസ്സിലായി. ഇതാണ് എനിക്ക് മോളുകൾക്ക് വരാനുള്ള ഏക മടി. കാരണം ഒരുപാട് നടക്കണം. അങ്ങനെ നമ്മൾ നടന്ന് കഥകളൊക്കെ പറഞ്ഞ് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടേക്കൊന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ദൂരമല്ലേ നടന്ന്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് വിചാരിച്ചേ. പിന്നല്ലേ ഫ്രാഗ്രൻസ് വന്നപ്പോൾ ബോധം വന്നത് സംഭവമൊക്കെ നല്ല ഒറിജിനൽ അടിപൊളി പൂക്കളാണ്. പൂക്കൾ. സംഭവം ഫ്ലവേഴ്സും പൂക്കളും പാടെ മിക്സ് ആയപ്പോൾ പൂക്കളായതാ. പൂക്കളുടെ ഫ്രാഗ്രൻസ് കാരണം എനിക്ക് അവിടുന്ന് പോകാനേ തോന്നിയില്ല കേട്ടോ. പിന്നെ അവരൊക്കെ ഈ ഏരിയയിലേക്ക് വരുന്ന കണ്ടപ്പോൾ നൈസായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ മാഷ്മെല്ലോസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് കണ്ടേ. നമ്മളെ നാട്ടിലത്തെ പോലത്തെ കുറച്ചും കൂടി ഒരു സെറ്റപ്പ് വേർഷനായിട്ടുള്ള കുറേ മിഠായികൾ ഞാൻ അവിടെ കണ്ടുട്ടോ. പണ്ട് ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ ഇതുപോലത്തെ ഓരോ മിഠായികൾ കടയിൽ നിന്ന് വാങ്ങി കൂട്ടുകാരികളുടെ ഒപ്പം ചിരിച്ചു കളിച്ച് നടന്നത് ഞാനപ്പോൾ ഓർത്തുട്ടോ. അതൊക്കെ ഒരു കാലം. നിങ്ങളിത് കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ ആ ഡേറ്റ്സ് സെയിൽ ചെയ്യുന്ന ഒരു മോഡൽ കാണാൻ. ഇവിടെ എന്തോ ചെറിയ ഓഫറൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യം റേറ്റ് കുറവിനാണ് ഇവിടെ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ ആട്ടോ, ചോക്ലേറ്റിൻ്റെ സെക്ഷൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയൊരു എനർജിയൊക്കെ തോന്നും. ആൻഡ് ഈ സെക്ഷനും നമുക്ക് ഇപ്പോൾ കുറച്ച് കാലമായി ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തിരിച്ചു പോവാണ്. ഞാൻ ഈ ഒരു കാര്യം പറയാൻ മറന്നു അല്ലേ. നമുക്കൊരു അതിഥി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മളെ നാനീൻ്റെ സിസ്റ്റർ ആട്ടോ. നാനി പ്രഗ്നൻസി അടുപ്പിച്ച് ഒരു ചെറിയൊരു സഹായത്തിന് നാനീൻ്റെ സിസ്റ്റർ വന്നിരിക്കുകയാണ്. ആളുടെ പേര് സിമ്പിളാട്ടോ. നമ്മളെ നാട്ടിലൊക്കെ കേൾക്കുന്ന പോലെ സുനിത എന്നാണ് പേര്. പക്ഷേ ആളെ വിളിക്കുക ഫൂച്ചി എന്നാണ്. പക്ഷേ ആൾക്ക് ഇഷ്ടം വിളിക്കുന്നത് മൈലി എന്നാണ്. ഇനി നമ്മുടെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ, നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മളെ അടുത്ത പ്ലാന്. നല്ല അടിപൊളി പ്ലാനാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. ഈ പ്ലാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നടക്കണം. ഇവിടെ എവിടെയോ വെച്ചിട്ട് കുട്ടിയുടെ ഷൂ മിസ്സായിട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷൂ ആയിരുന്നു, പക്ഷെ അത് കാണുന്നില്ല. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു സ്ഥലത്തേക്കും അല്ലേ, ഇവിടുത്തെ വാഷ്റൂമിലേക്കാണ്. ഇവിടുത്തെ വാഷ്റൂമിൻ്റെയൊക്കെ ഒരു വൃത്തിയും ഭംഗിയും നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാനിപ്പോൾ ഈ ഷോർട്സ് എടുക്കുന്നത്. ഞാനിൻ്റെ അനിയത്തി എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ തൽക്കാലം ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ എന്തിനാണ് ഇവിടുത്തെ വാഷ്റൂമുകളൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാരാണ്, സ്പെഷ്യലി കേരളത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു വാഷ്റൂം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ മാളിൽ മാത്രമല്ല, നല്ലൊരു പബ്ലിക് പ്ലേസിൽ പോയാലും അവിടുത്തെ വാഷ്റൂമൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അവിടെ എപ്പോഴും ക്ലീൻ ചെയ്യാൻ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ അത്യാവശ്യം നല്ലൊരു ഫീഡിങ് റൂമും സെറ്റാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ മുന്നേ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ലാന്ന്. പിന്നെ ഫുഡിൻ്റെ ഏരിയ എത്തിയപ്പോഴാണ് ഞാൻ ഓർത്തെടുത്തതെന്ന്. ആ ഏരിയ ആണ് കേട്ടോ അത്. ഈ ഒരു ഭാഗം കണ്ടപ്പോഴേ എനിക്ക് ഫീൽ ചെയ്തു, ലൈക്ക് ഞാനിവിടെ വന്നിട്ടുണ്ടല്ലേ, ഇതാണല്ലേ ആ ഏരിയ എന്നൊക്കെ. ഇതിൻ്റെ കാര്യം പോട്ടെ, നമ്മളിൽ ആരും ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഈ ഒരു ഏരിയ മറക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു പ്ലേസാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, ആൻഡ് ഓവറോൾ നല്ല അടിപൊളിയാണ്. കാണുന്ന മാജിക് പ്ലാനറ്റ് ഇല്ലേ, ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഹസ്ബൻഡോ കുട്ടി ആരും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ തന്നെ ഓടി കയറി അതിൻ്റെ ഉള്ളിലേക്ക്. ചെറുപ്പത്തിൽ കണ്ട മിസ്റ്റർ ബീൻ പോലത്തെ കാർട്ടൂണുകളിലൊക്കെ കണ്ട പല പല ഗെയിംസുകളൊക്കെ ഞാനിവിടെ അതിൻ്റെ ഒരു ഒറിജിനൽ വേർഷൻ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പിയായി അതൊക്കെ കണ്ടപ്പോൾ. ഇങ്ങനത്തെ ഗെയിംസൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് അവർ കാർട്ടൂണിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നൊക്കെ ആയിരുന്നു ഞാൻ എന്നാ കാർട്ടൂണൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ വിചാരിച്ച് വെച്ചിരുന്നത്. നാട്ടിൽ നിന്നൊന്നും കാണാൻ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ അതൊക്കെ റിയൽ ആയിട്ടുള്ള ഗെയിംസാന്ന് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി.
ഇവിടുത്തെ പല ഗെയിംസുകളും ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ. സമയം ഇത്ര ആയിട്ടും അത്യാവശ്യം കുട്ടികളൊക്കെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഗെയിമുകൾ നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവരിവിടെ ഒരുക്കിയിരിക്കുന്ന ആംബിയൻസ് ഒക്കെ എന്തൊരു അടിപൊളിയല്ലേ. എനിക്ക് മുഹമ്മദിനെ കൂട്ടിയിട്ട് ഇതിലിരുന്ന് ഈ ഗെയിംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി ലേറ്റ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നൊരു ദിവസം വരാം. ഈ ഒരു ഗെയിം കണ്ടല്ലോ, ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ആ ലിവർ പുള്ള് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മിഷൻ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ടോയ് നമ്മുടെ കയ്യിൽ സെറ്റാക്കാം. പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച ടോയ് നമുക്ക് കിട്ടണം എന്നൊന്നുമില്ല. ഇതൊക്കെ പിന്നെ എന്താന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഹസ്ബൻഡ് എന്നെ തിരയുന്നുണ്ടാവോ എന്നൊരു ചെറിയ പേടിയൊക്കെ എനിക്ക് കൂട്ടത്തിലുണ്ട് കേട്ടോ. കാരണം ഞാൻ ആരോടും പറയാതെ ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറിയതാണ്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ആളെവിടെ കുട്ടീനെ എടുത്ത് ഹാപ്പി ആയിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു, അപ്പോൾ പറഞ്ഞത് ഈ പോയത് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. തട്ടിക്കൂട്ടിലായിരിക്കാം, പക്ഷെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വീണ്ടും കുട്ടിനെയും ഹസ്ബൻഡിനെയായിട്ട് ഇവിടേക്ക് തന്നെ വന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നല്ല കുട്ടിനെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ട് വീണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ചില ഗെയിംസിലൊക്കെ നമുക്ക് ആളെ ഹാപ്പിയാക്കാൻ പറ്റിയിട്ടോ. അങ്ങനെ ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമൊന്നുമല്ലല്ലോ. ചെറിയ ഹോഴ്സിൻ്റെ റൈഡിൽ പിന്നെ ചെറിയ ഒരു ഇങ്ങനത്തെ കാഴ്ചകൾ ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് ഗെയിംസ് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള വിഷനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ആളതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാനും അടിപൊളിയായിട്ട് ആസ്വദിച്ചു. ഇറ്റ്സ് ടൈം ടു ഈറ്റ്. ഫൈനലി നമ്മൾ KFC ഓർഡർ കൊടുത്തത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് KFC ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുട്ടിക്ക് ഒരു കുഞ്ഞു സീറ്റും അവിടെ സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആസ് യൂഷ്വൽ KFC ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതെന്താ മനസ്സിലായോ? ഇത് ടിഷ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ കളിയാക്കരുത്, സോസോ എന്തോ ആണ് വിചാരിച്ചു. ഞാൻ നാട്ടിലോ KFC അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ്. ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമേ ഞാൻ KFC ഒക്കെ പോയി വാങ്ങിക്കാറുള്ളൂ. അതുകൊണ്ടാട്ടോ എനിക്കറിയാതിരുന്നത്. എന്നെ എല്ലാവരും കളിയാക്കി. പക്ഷെ എൻ്റെ നിഷ്കളങ്കത നിങ്ങൾ മനസ്സിലാക്കണം. അതെന്തിനായിരുന്നു എന്നറിയോ? അവിടെ KFCൻ്റെ അടുത്ത് കൈ കഴുകാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർ നമുക്ക് പാക്കറ്റ്സ് ആയിട്ട് ടിഷ്യൂ തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. തൊണ്ട അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഇപ്പോഴും ആ പ്രശ്നം അങ്ങോട്ട് ക്യൂറായി വരുന്നേ ഉള്ളൂ. ഇന്റെ പോലെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നാളെ എന്നെ പോലെ നാണം കെട്ടരുതല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ടിഷ്യൂവിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത് കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിലാണ്. പോകുന്ന വഴിക്ക് 2 ടെസ്ലേൻ്റെ കാറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ അഡ്വർടൈസ്മെന്റ് ആണെന്ന് തോന്നുന്നു. കണ്ടോ, പെർഫ്യൂമിന്റെ ഷോപ്പാണ്. അവരുടെ അടിപൊളിയായിട്ട് അവർ സെറ്റാക്കിയിട്ടില്ലേ. പോകുന്ന വഴിയിൽ എനിക്ക് പറ്റിയിട്ടുള്ള അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളുടെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളെ കണ്ണൊന്നും അങ്ങോട്ട് പോയതേ ഇല്ല. കാരണം കുട്ടി വന്നതിന് ശേഷം എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്നുള്ളൊരു കാര്യമേ ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. എവിടെ എന്ത് കണ്ടാലും കുട്ടികളുടെ പ്രൊഡക്റ്റ് കണ്ട അവിടേക്ക് വായും പൊളിച്ച് നോക്കിയിരിക്കുന്ന സ്വഭാവം, പുതിയൊരു സ്വഭാവം ഇപ്പൊ കുറച്ചു കാലമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് പോകാനുള്ള സമയമായി. ഇതാണ് ഇവിടുത്തെ ഔട്ട്സൈഡ് വ്യൂ കേട്ടോ. ലെവൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം വളരെ നന്നായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി ദ വെരി സാഡ് പാർട്ട് ഓഫ് ദ ഡേ, തിരിച്ചു പോകൽ. തിരിച്ചു പോകാന്ന് പറയുമ്പോൾ എനിക്കെന്തോ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ തന്നെ ഇരിക്കാനും പറ്റില്ലല്ലോ. മാത്രമല്ല പിറ്റേ ദിവസം വർക്കിംഗ് ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ ദിവസത്തിന് അത്ര വലിയ രസം ഉണ്ടാവില്ല. എപ്പോഴും 1 മണിക്കൂർ കൊണ്ട് പോയി വരും എന്ന് വിചാരിച്ചിട്ടാവും നമ്മൾ ഇറങ്ങുക. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും സ്വഭാവം മാറും. എന്തായാലും ലേറ്റ് ആവും തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേനും. അത് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ അല്ലേ. അനി രാമേട്ടനും ഭയങ്കര എൻഗേജിങ് ആണ് കേട്ടോ. അവർ നല്ല അടിപൊളി ആൾക്കാരാണ്. നമുക്ക് അവരുടെ കൂടെ ഇരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. അപ്പം നമുക്ക് 4 ആൾക്കാർക്കും 4 ഭാഷകളാണ്. പക്ഷെ എങ്ങനെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപൊളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കും. അതങ്ങനെ തന്നെയല്ലേ. മനുഷ്യർക്കിടയിൽ ഹാപ്പിനെസ്സിന് ഭാഷയ്ക്കൊന്നും ഒരു സ്ഥാനമില്ല. അപ്പം നമ്മൾ പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, comment and subscribe.
അപ്പോൾ ശരി, ടാറ്റാ.